നല്ല നമസ്കാരം. ഞാനിതാ വയനാട്ടിലേക്ക് പോവാണേ. ഞാൻ വയനാട്ടിൽ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. നിങ്ങൾക്ക് ആ കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ക്ഷണിച്ചിട്ട് ഒന്നും പോകുന്നല്ല. വയനാട്ടിൽ ഇനിയുള്ള വീഡിയോ വയനാട്ടിലേക്കാണ് ഉള്ളത്. മഴക്കാലമാകുമ്പം കൂടുതൽ വയനാട്ടിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ പോലെ നാളെ മഴയുണ്ടാവും ചില സമയങ്ങളിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടാവുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസം കണ്ണൂരായിരുന്നു ഉണ്ടായത്. അപ്പോൾ നമുക്ക് ബാക്കി യാത്രക്ക് ഇടയിൽ ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോവാം. എന്നാൽ നല്ല നമസ്കാരം. നമ്മൾ ചുരം കയറി കഴിഞ്ഞു കേട്ടോ. അവിടെ താറിടുന്നുണ്ട്, അതുകൊണ്ട് നല്ല ബ്ലോക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ അടുത്തെത്തി. പെരിയ 35, 36 അങ്ങോട്ടാണ് നിൽക്കുള്ളൂ നമ്മൾ. അങ്ങ് ഒരു ഫാക്ടറി പോലെ, അത് തേയില ഫാക്ടറിയാണ് കേട്ടോ. ഗ്രീൻ ടീൻ്റെ തേയില ഫാക്ടറി അത്. കണ്ടോ, അങ്ങ് കാണുന്നത് തേയില ഫാക്ടറി. പിന്നെ ഈ വഴിയെല്ലാം വരുമ്പോൾ ഞാൻ മുമ്പിട്ട് ഷൂട്ട് ചെയ്ത് കാണിച്ചു തന്നതാണ്. അതുകൊണ്ടാണ് വീണ്ടും കാണിക്കാതെ കേട്ടോ. ഒരു നായി നമ്മളെ ബാക്കിൽ തന്നെ വന്നതാണ്. അവനൊരു ആഗ്രഹം എന്നെ കടിക്കണമെന്ന്. നമ്മുടെ ജീവിതയാത്രയിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കൊണ്ട് നമുക്കെന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ കാണുന്ന കൂട്ടരോട് പറയുന്നതാണ്, ഇത് നമുക്ക് നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ലേ. പക്ഷേ അവിടെ പലതരം കളറിലെ മലകൾ കാണാം. മഞ്ഞ, പിന്നെ പച്ച കളറുള്ളത്, പിന്നെ വെള്ള കളറുള്ളത്, ബ്ലാക്ക് കളറുള്ളത്, ചുവന്ന കളറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മലകളെല്ലാം കാണാൻ പറ്റും ഒരുപാട്. നമ്മളങ്ങനെ പോയത് കൊണ്ടാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ തുളു മനാലിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. ഒരു മനുഷ്യ കുഞ്ഞു പോലും ഉണ്ടാവില്ല. അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ നിൽക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സമയം എന്തും സംഭവിക്കാം. ഒന്നും നമുക്ക് പറയാൻ മുൻകൂട്ടി നമുക്ക് കണ്ടു പറയാൻ സാധിക്കില്ല. അതാണെന്ന് പറയാം. സാധാരണ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്, നമ്മളല്ല. നമുക്കിപ്പോൾ എന്ന് വെച്ചാൽ ഈ അഘോരത്തിൽ നമുക്ക് ഓരോ വിദ്യകളും പ്രകൃതിയെപ്പറ്റി പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രകൃതിയുടെ ചലനങ്ങളെപ്പറ്റി പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള സന്തുലിതാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നമുക്കുള്ള ട്രെയിനിങ്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പ്രതീക്ഷിക്കാതേക്കും പെട്ടെന്ന് മഴ വരുന്നുണ്ടാവുക. പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു ചുഴലിക്കാറ്റ് പോലെ കാറ്റ് വരാനുണ്ട്. പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കാറ്റും മഴയും വരും. പ്രതീക്ഷിക്കാതെ ആയിരിക്കും മഞ്ഞ് സീസൺ ഒരു സമയമുണ്ട്. എന്നാലും ആലിപ്പഴം ചിലപ്പോൾ അങ്ങനെ പൊട്ടി പോകും. നമ്മൾ രാവിലെയൊക്കെ രാത്രി കിടന്നുറങ്ങി രാവിലെ നോക്കുമ്പോൾ ഉണ്ടാവും ആലിപ്പഴം പോകുന്നുണ്ടാവും. അത് ചില സ്ഥലങ്ങളിലാണ് പറഞ്ഞത്. ഇപ്പം ചിറാപുഞ്ചി മേഘാലയയിലാണ് വരിക. അത് അവിടത്തേക്ക് എത്ര കിലോമീറ്റർ എങ്ങനെയാണ് എന്താണെന്നെല്ലാം വിശദ ഇതിൽ കാണാം. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ തന്നെ ഞാൻ പോകാതെ അനേകം സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇനിയുള്ള കാഴ്ചകൾ, ഇപ്പോൾ ഞാൻ പോയ കുറേ കാഴ്ചകളുണ്ടല്ലോ. അപ്പോൾ അതേപോലെ പുതിയ കാഴ്ചകൾ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തരാൻ കരുതിയിട്ടാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഹിമാലയത്തിൽ പോകുന്നത്. ഹിമാലയത്തിൽ പോകുമ്പോൾ ഒരു 50 ഉറുപ്പിക കൈമുക്ക് വേണം. എന്നാൽ പിന്നെ അത് മാത്രമല്ല, ഇംഗ്ലീഷ് കുറച്ചും കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളും കൂടി കയ്യിൽ ഉണ്ടാവണം. കാരണം ഓരോ സംസ്ഥാനത്തെ ഇപ്പോൾ നമ്മൾ കണ്ണൂർ, കോഴിക്കോട്, തലശ്ശേരി എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനമാണ്. അപ്പോൾ ആ കേരള സംസ്ഥാനത്തെ ഓരോ ജില്ലകളാണിത് ഇല്ലേ. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ഇതെല്ലാം ഓരോ ജില്ലകളല്ലേ. അപ്പോൾ ആ ജില്ലയിലുള്ള ചിറാപുഞ്ചി ഞാൻ പോയിട്ടില്ല. പക്ഷേ മുമ്പിട്ട് പോയവർ ഗുരുനാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ തന്നെ ഞാൻ പോകാതെ അനേകം സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇനിയുള്ള കാഴ്ചകൾ, ഇപ്പോൾ ഞാൻ പോയ കുറേ കാഴ്ചകളുണ്ടല്ലോ. അപ്പോൾ അതേപോലെ പുതിയ കാഴ്ചകൾ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തരാൻ കരുതിയിട്ടാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഹിമാലയത്തിൽ പോകുന്നത്. ഹിമാലയത്തിൽ പോകുമ്പോൾ ഒരു 50 ഉറുപ്പിക കൈമുക്ക് വേണം. എന്നാൽ പിന്നെ അത് മാത്രമല്ല,
ഇംഗ്ലീഷ് കുറച്ചും കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളും കൂടി കയ്യിൽ ഒരു ഉണ്ടാവണം. കാരണം ഓരോ സംസ്ഥാനത്തെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ണൂർ കേരളം സംസ്ഥാനമാണ്. അപ്പോൾ ആ കേരള സംസ്ഥാനത്തെ ഓരോ ജില്ലകളാണിത് ഇല്ലേ? കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ഇതെല്ലാം ഓരോ ജില്ലകളല്ലേ? അപ്പോൾ ആ ജില്ലയിലുള്ള വാക്കുകൾ മലയാളം സംസാരിക്കുന്നു. പക്ഷേ ആ വാക്കുകൾക്ക് സംസാര ശൈലി ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മളിപ്പം ഉത്തരാഖണ്ഡ് പോയി കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിലെ ഹിന്ദി വേറെ തന്നെയാണ്, ലോക്കൽ ഹിന്ദിയാണ്. അതുപോലെ ഹിമാചൽ പ്രദേശ് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഹിന്ദിയും ലോക്കൽ ഹിന്ദിയാണ്. അതുകൊണ്ട് അധികം സ്ഥലത്തും ഗൈഡുകൾ ഉണ്ടാകുന്നത്. ഗൈഡിൻ്റെ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. അവരാ ഭാഷയിൽ അവർക്ക് സംസാരിക്കാൻ പറ്റും. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുമാണ് പറഞ്ഞു തന്നത്. മനസ്സിലായോ? ഇതിന് മുമ്പുള്ള മറ്റുള്ള പലവരും ചെയ്തിട്ടുള്ള വീഡിയോകൾ ഉണ്ടാവുമായിരിക്കാം, ചിലപ്പോൾ ഇല്ലാതായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ ഒട്ടുമിക്ക യൂട്യൂബേഴ്സുമാരുടെയും വീഡിയോ കാണാറുണ്ട്, ഞാൻ ശ്രമിക്കലുണ്ട്. പക്ഷേ ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ എന്തായാലും ഒരു ദിവസം ഏതൊക്കെ ഒരു യൂട്യൂബറോ അല്ല എനിക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബർമാരുടെ വീഡിയോ ഞാൻ ചിലപ്പോൾ കാണാറുണ്ട്. അത് ഒന്നെന്ന് വെച്ചാൽ കേരളി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അദ്ദേഹം നമ്മളെ കണ്ടിട്ടൊന്നുമില്ല ഈ സമയം വരെ. പക്ഷേ അദ്ദേഹത്തെ ഞാൻ 2-3 സ്ഥലത്ത് വെച്ചിട്ട് മനാലിയിലൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഹിനെ ഞാൻ കണ്ടിട്ടുണ്ട്. യാത്രക്കിടയിൽ കണ്ടതാണ്, അതല്ലാതെ സംസാരിക്കാനൊന്നും സാധിച്ചിട്ടില്ല. കാരണം നമ്മൾ അപ്പോൾ അവിടുന്ന് യാത്ര കഴിഞ്ഞ കുറച്ചും കൂടി കടന്നപ്പോഴാണ് ഓർമ്മ വരുന്നത് അത് മാഹിയാണ്, അത് ബിബിനാണ്, കേരളീയനിലുള്ള ബിബിനാണ്, എല്ലാം മനസ്സിലാകുന്ന അപ്പമാണ്. അതുപോലെ ഒരുപാട് യൂട്യൂബേഴ്സുമാരെ അറിയാം. എല്ലാവരും നമ്മോട് നല്ല സ്നേഹവും പെരുമാറ്റമാണ്. ചിലവർ കുറച്ച് ജാടിയും കാര്യങ്ങളുമാണ്. യൂട്യൂബർമാർ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയി ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പഠിക്കണം. യൂട്യൂബർമാരുടെ കാര്യം പറഞ്ഞേ, ഏതെല്ലാം ആപത്തിലോ എത്ര യൂട്യൂബർമാരെ നമ്മൾ കണ്ടിട്ടുണ്ടോ അറിയോ? ഓരോ വിഷമത്തിൽ പോയി പെട്ടിട്ട് വണ്ടി ഇതായിട്ടും വണ്ടി മുറിഞ്ഞു പോയിട്ടും പിന്നെ അതുപോലെ വണ്ടിയിൽ നിന്ന് വീണിട്ടും ഇതെല്ലാം നമ്മൾ യാത്രക്കിടയിൽ നമ്മൾ ആരോടും വൈരാഗ്യ ദേഷ്യം കാണിക്കരുത്. ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചില യൂട്യൂബർമാർ തിരിച്ചൊരിക്കലും മെസ്സേജ് അയക്കില്ല. നിങ്ങളെ കമൻറ്റ് ബോക്സിൽ പോയി നോക്കിക്കോ, അവർക്ക് ഇഷ്ടപ്പെട്ട കൂട്ടരോട് മാത്രം അവർ മറുപടി കൊടുക്കും, എല്ലാ കൂട്ടർക്ക് അവർ മറുപടി കൊടുക്കൂല. നമ്മളങ്ങനെയല്ല, നമ്മളെല്ലാവർക്കും മറുപടി കൊടുക്കാറുണ്ട്. എല്ലാവരോടും നമുക്ക് വലിയ ഇഷ്ടമാണ്. യാത്ര ചെയ്ത് എക്സ്പീരിയൻസ് മാത്രം ഉണ്ടായാൽ പോരാ, നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടണമെന്നില്ല. അവിടുത്തെ സമൂഹവുമായിട്ട് അവിടുത്തെ ജീവിത ശൈലിയുമായിട്ട് നമ്മൾ ഇണങ്ങിച്ചേരണം. അതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള ഒരാൾ, എപ്പോഴും എല്ലാവരും പറയും നമ്മളെപ്പോലുള്ള ഒരാൾ സംസാരിക്കാനോ നമ്മളെപ്പോലുള്ള ഒരാൾ കൂടെ നടക്കാനോ എല്ലാം വലിയ ഇഷ്ടമാണ്. അനേകം പേര് നമ്മുടെ യാത്രയ്ക്ക് ചെയ്യലേ ചോദിക്കാറുണ്ട്, ഗുരുജി നമ്മളും പറ്റേ നിങ്ങളുടെ കൂടെ, നമ്മളും പറ്റേ നിങ്ങളുടെ കൂടെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്ന് ഞാനൊരു ചെറിയൊരു ബഡ്ജറ്റിൽ യാത്ര ചെയ്യുന്നതാണ്. രണ്ടാമത് എൻ്റെ യാത്ര എന്ന് വെച്ചാൽ എനിക്ക് പോലും അറിയില്ല എവിടെ എത്തും എവിടെ അവസാനിക്കുന്നു. കാരണം അങ്ങനെയാണ്, മുൻകൂട്ടി തീരുമാനത്തോടുകൂടി പോകുന്നതല്ല. ഞാൻ എല്ലാം ചെയ്യുന്നത് എൻ്റെ ദേവിയോട് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്, അല്ലെങ്കിൽ മഹാദേവനോട് ചോദിച്ചിട്ട് ചെയ്യാറ്. അപ്പോൾ അദ്ദേഹം തരുന്ന ഒരു സ്ഥലം ഉണ്ടാവും, ആ സ്ഥലം എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഹാൾട്ട് ചെയ്യേണ്ട സ്ഥലം, എനിക്ക് ആഹാരം തരേണ്ട സ്ഥലം, എനിക്ക് കുറച്ച് വിശ്രമിക്കാനുള്ള സ്ഥലം, അതെല്ലാം നമുക്ക് ഒരുക്കി വെച്ചിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അത് ദൈവം എവിടെയാണ് കരുതി വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല. ഇതുകൊണ്ടൊന്നും അത് നല്ല മനസ്സിൻ്റെ ഉടമയൊന്നും ആവണമെന്നില്ല. എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറാൻ പഠിക്കുക. അവരുടെ സ്നേഹം, അവരുടെ വിഷമങ്ങൾ നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. പറ്റാതെങ്കിൽ അവർക്ക് കുറച്ച് സമാധാനങ്ങൾ കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. എൻ്റെ കാര്യം ഞാൻ പറയുന്നത്, മറ്റുള്ളവരുടെ കാര്യമല്ല. അപ്പോൾ ചില യൂട്യൂബർമാർ എന്ന് വെച്ചാൽ കുറച്ച് ഒരു എന്താ പറയുക, അവർ ഒരു ജാട എന്ന് പറഞ്ഞില്ലേ, അതുപോലെ എന്നെപ്പോലെ തന്നെ എൻ്റെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുള്ള ചിന്താഗതി കൊണ്ടേ അതൊന്നുമില്ല. ഒരു നമ്മളിപ്പം മെസ്സേജ് അയക്കുമ്പോൾ അത് കാണുന്നുണ്ടോ എന്താവുന്നോ മാത്രമല്ല, ചിലപ്പോൾ അത് എങ്ങനെ അവരുടെ ഈ മോട്ടിവേഷൻ ആയിന്ന് എനിക്കറിയില്ല. ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മളെന്താക്കണം, നമുക്ക് ചുറ്റുമുള്ളവരെയും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. പറ്റുമെങ്കിൽ അവരെ കൈപിടിച്ചിട്ട് എത്താൻ നമുക്ക് പറ്റുന്നില്ല. സാമ്പത്തികമായിട്ട് വരുന്ന യൂട്യൂബർമാരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും ഒരു സഹായം ഉണ്ടെങ്കിൽ, പാവപ്പെട്ട എത്രയോ പേരുണ്ട്, അവർക്ക് നിങ്ങൾ വീഡിയോ കാണിക്കണമെന്നൊന്നുമില്ല. അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. അല്ലെങ്കിൽ നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വരുന്നത്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വല്ല അസുഖമുള്ളതാണെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്ന നന്മ അത് ലോകം കാണും, അവർ നിങ്ങളെ കൂടി ഉണ്ടാവും.
മനസ്സിലായോ? നമ്മൾ യാത്രക്ക് മാത്രം പൈസ ഇതാക്കൊണ്ട് കാര്യമില്ല. ഇപ്പം ബിബിനും ഇബിൻ ജെറ്റിൻ്റെ അവർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ എപ്പോഴും വണ്ടിക്കാണ് ആ പൈസ ചെലവിടുന്നത്. മനസ്സിലായോ? അപ്പോൾ വണ്ടിക്ക് ചിലവിടുന്ന പൈസ കുറേ ഭാഗം എന്താ വെച്ചാൽ വാങ്ങുമ്പോൾ നല്ലൊരു വണ്ടി വാങ്ങുക. വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ബാക്കി വരുന്ന പൈസ അവരെ അച്ഛനും അമ്മക്കും അവരെ ഭാര്യയ്ക്കും കുട്ടിക്കും വേണ്ടുന്ന മാറ്റി വെച്ചിട്ട് അഞ്ചിനും മാറ്റി വെച്ചിട്ട് ബാക്കി അവരെന്താക്കുക, അവരിഷ്ടമാണ്. ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. പാവപ്പെട്ടവർക്ക് ജാതി മതം നോക്കാതെ പാവപ്പെട്ടവർക്ക് സഹായിക്കുക. ഇത് എത്ര പൈസ അവരെല്ലാം വണ്ടി കൊണ്ടുപോയിട്ട് വെറുതെ കളയുന്നറിയാം. അത് അവരെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും അത് അവരെ പേഴ്സണൽ അവരെ മനസ്സിന് സന്തോഷം കിട്ടുന്നത് എന്താണോ അത് അവർ ഭംഗിയായി ചെയ്യുന്നുണ്ട്. അവർ ഒരു വിഷമത്തിൽ പോയി പൊട്ട് കണ്ടപ്പം അവരെ സഹായിക്കാൻ ഒരു വിധത്തിൽ സാധിച്ചില്ലല്ലോ എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ആ സഹായിക്കാൻ പോയ അവരെ വെടിക്കും കൂടി അത് വന്ന് ചേരുന്ന ഒരു പ്രശ്നമായിരുന്നു അത് ഉണ്ടാക്കിയെടുത്തത് അവർ. ഓക്കെ, നമുക്ക് ഇനി യാത്ര കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഇപ്പം മാനന്തവാടി ഏകദേശം എത്താനാകുന്നു. എന്നാൽ നല്ല നമസ്കാരം. നമ്മൾ മറ്റൊരു കാഴ്ച കാണാനാണ് പോകുന്നത്. എന്നാൽ നല്ല നമസ്കാരം. ഇപ്പോൾ ഞാൻ വയനാട്ടിലെത്തി, മാനന്തവാടി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ തൃശ്ശിലേരി എന്ന് പറഞ്ഞ മഹാദേവ ക്ഷേത്രത്തിലാണ് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തിനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ മുമ്പ് അവിടെ പോയപ്പോൾ ഞാൻ രുദ്രാക്ഷം ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. രുദ്രാക്ഷം പിന്നെ ഞാൻ അവിടുന്ന് എനിക്ക് അവിടുത്തെ ഒരു വാര്യർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, പൂക്കെട്ടുന്ന ആൾ. അദ്ദേഹം എനിക്ക് കുറേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ. അപ്പം ഇപ്രാവശ്യം രുദ്രാക്ഷം ഞാൻ ഏതായാലും വയനാട്ടിൽ വന്ന സ്ഥിതിയിൽ കുറേ കൂട്ടർ എന്നോട് രുദ്രാക്ഷം ചോദിച്ചിരുന്നു. അപ്പോൾ ആ രുദ്രാക്ഷം അവിടെ ഉണ്ടെങ്കിൽ ആ കുട്ടിയൊക്കെ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ആ രുദ്രാക്ഷം ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങാം എന്ന് കരുതിയിട്ട് വന്നതാണ്. ചുറ്റുമലകൾ കണ്ട അടിപൊളിയല്ലേ? തൃശ്ശേരി അമ്പലത്തിലേക്ക് വന്നിട്ട് വേണം തിരുനെല്ലിയിലേക്ക് പോകാൻ കേട്ടോ. ഇവിടെ വന്നിട്ട് വേണം തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു മാനന്തവാടി റൂട്ടിൽ വന്ന് മാനന്തവാടി നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഉണ്ടാവും, അത്രയും ഉണ്ടാവും. നല്ല കാറ്റടിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് ഒന്നും കേൾക്കുന്നുണ്ടാവില്ല. നമ്മളൊരു ഗ്രാമം കുറേ കഴിയുമ്പോൾ ഇതിലെ കൂടെ എപ്പോൾ ഒരാൾക്ക് ഒരാവേശം മൂത്തിട്ട് പുതിയ റോഡ് വരുമോ ഇറങ്ങിയില്ല. അപ്പോൾ പിന്നെ ഇതൊന്നും ചിലപ്പം ഭാവിയിൽ കാണാൻ പറ്റുന്നതല്ല. അപ്പം ഈ വീഡിയോയിലുള്ളത് മാത്രമേ പിന്നീട് ഉണ്ടാവും. മുമ്പ് കാലങ്ങളിൽ ചിത്രീകരിച്ച സാധനങ്ങൾ മാത്രമേ ഉണ്ടാവും. വയനാട്ടിൽ ഇപ്പം പൂക്കളുടെ സീസണാണ് കേട്ടോ. ഡെയിലിയ എന്ന് പറയുന്ന പൂക്കളെല്ലാം ഉള്ള സമയമാണ്. ധാരാളം പൂക്കൾ, മഞ്ഞുകാലത്ത് വരുന്ന പൂക്കളെല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. മഞ്ഞുകാലമൊന്നും ഇല്ല, മഴക്കാലമായിരുന്നല്ലോ. പിന്നെ ഇവിടുത്തെ ചെടിയൊന്നും പറിച്ചിട്ട് ആരും എവിടെയും പോകരുത് കേട്ടോ. അത് നമ്മളെ നാട്ടിൽ ആക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മളെ നാട്ടിലത് വളരാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ അത് ഇവിടുത്തെ കാലാവസ്ഥയിൽ മാത്രമാണ്. എന്നോട് കുറേ കൂടെ ചോദിച്ചിട്ടുണ്ട്, ഹിമാലയത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കമലദളം കൊണ്ടുതരുമെന്ന്. കമലദളം അങ്ങനെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അത് വാടിപ്പോവും. പിന്നെ എങ്ങനെ കൊണ്ടുതരിക? പിന്നെ അതിൻ്റെ തൈയൊന്നും ഇവിടുത്തെ കാലാവസ്ഥയിൽ വളരുന്നതല്ല. അത് അവിടെ വളരും. മഹാവിഷ്ണു ഭഗവാന്റെ കയ്യിലുള്ള കമലദളമാണ്. കമലദളം ഒരു വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അത് സർവാവിധ ഐശ്വര്യ അഭിവൃദ്ധിയും കൊണ്ടുവരുന്നതാണ് ഈ ഹിമാലയവാസികളുടെ വിശ്വാസം. പ്രത്യേകിച്ച് ഹിമാലയ മലനിരകളിലാണ് ഇത് കൂടുതലുണ്ടാവാറ്. അത് ഒരു സീസൺ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഉമ്മത്തങ്കായ പറഞ്ഞില്ലേ, അതിൻ്റെ മഞ്ഞ കളറിലെ കേട്ടോ. നമ്മൾ നേരത്തെ എല്ലാ പൂക്കൾക്കും 7 വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങൾ തന്നെയുണ്ട് കേട്ടോ. ഇതവിടെ കണ്ട, നമ്മൾ നേരത്തെ കണ്ടത് ചുവപ്പല്ലേ, നമ്മളത് കണ്ട ചുവപ്പ് പത്തിയാണ്. ഇത് ചുവപ്പ് തന്നെയാണ്, പക്ഷെ ആദ്യം ഈ കളർ ഉണ്ടാവുക കേട്ടോ. മഞ്ഞ പോലത്തെ കളർ ഉണ്ടാവുക, പിന്നീട് ചുവപ്പാവുക. നമ്മൾ
നമ്മളങ്ങ് അങ്ങനെയല്ല, നമ്മളങ്ങ് വള്ളിയായിട്ട് പിന്നീട് ചോപ്പാവുക ചെയ്യുക. ഇത് നമ്മൾ ചേഞ്ച് റോസ് പോലെയാണ് കേട്ടോ. ഇവിടെ എത്തുമ്പം ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരുനെല്ലിയിലേക്ക് പോവാം കേട്ടോ. ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൃശ്ശൂരിലേക്ക് പോവാം. നിങ്ങൾ അനങ്ങാണ്ടിക്ക് പെണ്ണുങ്ങളെ കുറേ സമയം വായിച്ചോ. നിങ്ങൾ പറഞ്ഞ പോലെ പോയിട്ട് ഞാൻ ആരുടെ തോട്ടിലെത്തിയേ. അങ്ങനെ നമ്മൾ തൃശ്ശൂരിലേക്ക് എത്തിയാൽ കണ്ടോ, തൃശ്ശൂരി ക്ഷേത്രത്തിലെത്തി. നടപ്പന്തലിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ നടപ്പന്തലിനെ കണ്ടിട്ടില്ല, അപ്പോൾ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇത്ര പേരൊക്കെ ചുറ്റുമാക്കണം എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ എല്ലാവരും സഹായിക്കുവാണെങ്കിൽ ചുറ്റുമാക്കും എന്ന് പറഞ്ഞു. നമസ്കാരം.